നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പന്നിയങ്കര ടോൾ 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്കും സൗജന്യം നൽകാതെ കരാർ കമ്പനി. സർവകക്ഷി തീരുമാനം അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട. ബാഗിൽ സൂക്ഷിച്ച 3.7 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. പാലക്കാട് കൽമണ്ഡപത്ത് കവർച്ച നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവിനെ തെളിവെടുപ്പിനെത്തിച്ചു. തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിയെടുത്ത യുവാവിന്റെ പരാക്രമം. വാർത്തകൾ വിശദമായി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് ടോളിൽ പണം നഷ്ടപ്പെടുന്നതായി പരാതി. വടക്കഞ്ചേരി മണ്ണൂത്തി 6 വരിപ്പാതയിലെ പന്നിയങ്കര ടോൾ കേന്ദ്രത്തിന്റെ 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് ടോൾ വഴി യാത്ര സൗജന്യമാണെന്ന് അറിയിച്ചിട്ടും പലർക്കും പണം നഷ്ടപ്പെടുന്നതായാണ് പരാതി. 3 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് വരെ പണം നഷ്ടപ്പെടുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ എം.പിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സൗജന്യം നൽകാമെന്ന് കരാർ കമ്പനി തന്നെയാണ് അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളിൽ നിന്നും വാഹനത്തിൻ്റെയും വിലാസം തെളിയിക്കുന്നതിൻ്റെയും രേഖകൾ കരാർ കമ്പനി സ്വീകരിച്ചു. പണം നഷ്ടപ്പെടാത്ത വിധത്തിൽ ഫാസ്ടാഗിൽ ക്രമീകരണം നടത്തിയതായും പ്രദേശവാസികൾക്ക് വാഹനവുമായി ഏത് ട്രാക്ക് വഴി വേണമെങ്കിലും കടന്നു പോകാമെന്നും കരാർ കമ്പനി അറിയിച്ചിരുന്നതാണ്. രേഖകൾ പരിശോധിച്ച ശേഷം സൗജന്യമായി കടത്തിവിട്ടിരുന്ന ട്രാക്ക് ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ട്രാക്കുകളിലൂടെ പോകുന്നവരുടെ ഫാസ്ടാഗുകളിൽ നിന്നും പണം നഷ്ടപ്പെടുന്നതായാണ് കാണുന്നത്. വ്യാഴാഴ്ച കാലത്ത് കിഴക്കഞ്ചേരി സ്വദേശിയുടെ വാഹനം കടന്നു പോകുമ്പോൾ പണം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പണം നഷ്ടപ്പെട്ട വിവരം അറിയിച്ചപ്പോൾ ഇവരുടെ വാഹനത്തിൻ്റെ രേഖകൾ നിലവിലെ സൗജന്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലെന്നതാണ് ജീവനക്കാർ പറഞ്ഞത്. രേഖകൾ നൽകിയിട്ടും പലരുടെയും പണം നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി പഞ്ചായത്ത് അംഗം സതീഷിൻ്റെ വാഹനം പോകുമ്പോൾ പൈസ നഷ്ടപ്പെട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് തർക്കിച്ചതോടെ കമ്പനി പണം തിരികെ നൽകുകയായിരുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് ടോൾ കമ്പനിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വിഷയമുണ്ടായി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, പ്രദേശവാസിയാണ്, എനിക്ക് ഒരിക്കലും ഇത് എൻ്റെ ടോൾ എടുക്കാൻ പാടില്ല എന്ന് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ബാലൻസ് ഡെബിറ്റ് ചെയ്ത് പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ ഇതുപോലെ പ്രശ്നമുണ്ടാക്കി സംസാരിച്ച് ട്രാക്ക് ബ്ലോക്ക് ചെയ്ത് ഇട്ട ശേഷമാണ് എനിക്ക് ആ ഒരു റിട്ടേൺ ഫണ്ട് അവർ ഇട്ട് തന്നത്. അതുപോലെ ഇപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ മിലിങ്ങാന്ന് റീസെൻ്റായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ രാവിലെ ആ വഴിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. രാവിലെ പോകുമ്പോഴും അവരുടെ അടുത്ത് സ്വാഭാവികമായിട്ട് പറഞ്ഞു, ടോൾ എടുക്കരുത്, ഞാൻ ഇവിടെ പേപ്പറെല്ലാം കൊടുത്താണ്, പക്ഷേ എന്നിട്ട് പോലും അതിനകത്തൊരു എക്സംഷൻ തന്നില്ല. അതുപോലെ റിട്ടേൺ വരുമ്പോഴും ഇതേ പ്രശ്നം. അപ്പോൾ എന്നും അവിടെ നമ്മൾ എന്ത് രേഖ കൊടുത്താലും സംസാരിക്കേണ്ട ഒരു രീതി, അത് നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുമ്പോൾ മാത്രം എക്സംഷൻ തരിക. സാധാരണക്കാരായിട്ടുള്ള എത്ര പേർക്ക് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം കിട്ടുന്നത് നമുക്ക് ഇപ്പോഴും ബോധ്യപ്പെടുന്നില്ല. അതിനൊരു ശരിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ നമുക്ക് അതിനകത്ത് ടോൾ കമ്പനിയും നമ്മുടെ സമരസമിതിയായിട്ട് എഴുതി ഉണ്ടാക്കേണ്ടതുണ്ട്. ആ രീതിക്ക് തന്നെ അത് മുന്നോട്ട് പോയാൽ മാത്രം ഈ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. ടോൾ ഈടാക്കിയത് ചോദ്യം ചെയ്ത് കരാർ കമ്പനിയുടെ ഓഫീസിലെത്തുന്നവർക്ക് പണം മടക്കി നൽകുന്നുണ്ടെങ്കിലും ചിലർ ചോദിക്കാൻ മടിച്ച് നഷ്ടം സഹിച്ചു പോകുന്നുമുണ്ട്. 7.5 കിലോമീറ്റർ പരിധിയിലുള്ള 4000-ഓളം പേർ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും 1500-ഓളം പേർക്ക് മാത്രമേ സൗജന്യം അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് സൂചന. 7.5 കിലോമീറ്റർ പരിധിയിലുള്ള മുഴുവൻ പേർക്കും സൗജന്യം നൽകുമെന്ന് കരാർ കമ്പനി ആവർത്തിക്കുമ്പോഴും ഫാസ്ടാഗിൽ ക്രമീകരണം നടത്തുന്നത് നീളുകയാണ്. ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ബാഗിൽ സൂക്ഷിച്ച 3.7 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. അന്യസംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിനിൽ പോലീസിന്റെ പരിശോധന നടത്തുന്നുണ്ടെന്ന വിവരമറിഞ്ഞ പ്രതി ബാഗ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാനാണ് സാധ്യത. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. ഇന്നിവിടെ ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഗംഗാനഗർ തീവണ്ടിയിൽ ജനറൽ കോച്ചിന്റെ മുൻഭാഗത്തു നിന്ന് ഏകദേശം ഒരു 3.5 കിലോയോളം 3,700-ഓളം തൂക്കുള്ള കഞ്ചാവ് കണ്ടെടുക്കാൻ പറ്റി. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതാണ്. കുറച്ചെങ്കിലും സമൂഹത്തിൽ എത്തുന്നത് തടയിടാൻ വരെ ഞങ്ങൾ ശ്രമിക്കും. പാലക്കാട് കൽമണ്ഡപത്ത് കവർച്ച നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവിനെ തെളിവെടുപ്പിനെത്തിച്ചു. കൽമണ്ഡപം പ്രതിഭാനഗർ കോളനിയിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും 7.80 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി തെലങ്കാന സ്വദേശി മണിരാമനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. നിരവധി മോഷണക്കേസിലെ പ്രതിയായ ഇയാൾക്കെതിരെ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലായി 70ഓളം കേസുണ്ട്. തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിച്ച പ്രതി ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും പ്രതിയെ കീഴടക്കുകയായിരുന്നു.
പാലക്കാട് കൽമണ്ഡപത്ത് കവർച്ചാ കേസിൽ തെളിവെടുപ്പിനിടെ തോക്ക് തട്ടിയെടുത്ത പ്രതിയെ പോലീസ് കീഴടക്കി. കൽമണ്ഡപം പ്രതിഭാനഗർ കവർച്ചാ കേസിൽ വീടുകളിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് സംഭവം. അന്തർ സംസ്ഥാന മോഷ്ടാവും തെലങ്കാന സ്വദേശി മണിമാരനാണ് പ്രതി. കസബ SI H ഹർഷാദിൽ നിന്നും തോക്ക് തട്ടിയെടുക്കാനാണ് ശ്രമിച്ചത്. പോലീസ് അതിസാഹസികമായി കീഴടക്കുകയായിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പ്രതിയെ സ്റ്റേഷനിലെത്തിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം പാലപ്പുറത്ത് പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനും ഗുരുതര പരിക്ക്. ബുധനാഴ്ച വൈകിട്ട് 3:30 കാവേരി ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഓഡിറ്റോറിയത്തിന് എതിർവശത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കാനായി റോഡരികിൽ വാഹനം ഒതുക്കി നിർത്തിയ ബൈക്ക് യാത്രികനെയാണ് പിക്കപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം സ്വദേശി 28 വയസ്സുള്ള ആദിത്യനാണ് ബൈക്കിലുണ്ടായിരുന്നത്. ആദിത്യന് അതീവ ഗുരുതരമായി പരിക്കേറ്റു. കണ്ണേമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നയാൾക്കും പരിക്കേറ്റു. ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പാലക്കാട് ഒലവക്കോട്ടിൽ ശൗചാലയത്തിന് വേണ്ടി കുഴിച്ച കുഴിയിൽ അകപ്പെട്ട പശുവിനെ രക്ഷപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെയാണ് പശു അകപ്പെട്ടത്. പശു കുഴിയിൽപ്പെട്ടതറിഞ്ഞ് അഗ്നിശമന സേനയെത്തി പശുവിനെ പുറത്തെടുത്തു. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പെരുമുടിയൂർ നമ്പ്രം കരുവാൻകുഴി മുജീബ് മകൻ മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് വിദ്യാർത്ഥിയെ പട്ടാമ്പിയിലെ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് വ്യാഴാഴ്ച ഉച്ചയോടുകൂടി മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സ്, സ്കൂബ ഡൈവേഴ്സ്, സിവിൽ ഡിഫൻസ്, ട്രോമ കെയർ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്.